പ്രഭാതവന്ദനങ്ങൾ പ്രിയമുള്ളവരെ. മോർണിംഗ് ഡ്യൂവിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ്. നമ്മളിന്ന് യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്നാണ് ഒരു വചനം വായിച്ച് അല്പസമയങ്ങൾ ചിന്തിക്കാൻ പോകുന്നത്. യെശയ്യാവിന്റെ പുസ്തകം 30 അധ്യായം അതിൻ്റെ 20 വാക്യം. വളരെയധികം പ്രാവശ്യം നമ്മൾ വായിച്ചിട്ടുള്ള, ധ്യാനിച്ചിട്ടുള്ള, നമുക്കൊക്കെ വളരെ സുപരിചിതമാകുന്ന ഒരു വേദഭാഗമാണ് യെശയ്യാവ് 30:20. കർത്താവ് നിങ്ങൾക്ക് കഷ്ടത്തിന്റെ അപ്പവും ഞെരുക്കത്തിന്റെ വെള്ളവും മാത്രം തന്നാലും ഇനി നിന്റെ ഉപദേഷ്ടാവ് മറഞ്ഞിരിക്കില്ല. നിന്റെ കണ്ണ് നിന്റെ ഉപദേഷ്ടാവിനെ കണ്ടുകൊണ്ടിരിക്കും. നിങ്ങൾ വലത്തോട്ടോ ഇടത്തോട്ടോ തിരിയുമ്പോൾ വഴി ഇതാകുന്നു, ഇതിൽ നടന്നുകൊള്ളുവീൻ എന്നൊരു വാക്ക് പുറകിൽ നിന്ന് കേൾക്കും. കഷ്ടത്തിന്റെ ഞെരുക്കത്തിന്റെ അവസ്ഥയിലൂടെ കടന്നു പോകുമ്പോഴും, ഞെരുക്കത്തിന്റെ വെള്ളവും കഷ്ടത്തിന്റെ അപ്പവും ഭക്ഷിക്കുമ്പോഴും, കണ്ണുനീരോടുകൂടെ ഭക്ഷണം കഴിക്കുമ്പോഴും, അല്ല ഭക്ഷണം കഴിക്കുവാൻ ഒന്നുമില്ലാത്ത സാഹചര്യമാണെങ്കിലും എല്ലാം അവസാനിച്ചു, കൈകൾ ഒഴിഞ്ഞു, ശൂന്യത മാത്രം ജീവിതത്തിലുള്ളൂ എന്ന് ചിന്തിച്ചിരിക്കുന്ന സമയത്തും പ്രവാചകനായ യെശയ്യാവ് പറയുകയാണ്, ദൈവശബ്ദത്തിന് മാത്രം കുറവ് വരികയില്ല. ദൈവശബ്ദം കേൾക്കുവാനിടയായിത്തീരും. ആരംഭത്തിൽ തന്നെ എന്നെ കേൾക്കുന്ന പ്രിയമുള്ള ദൈവമക്കളോടായി ഓർപ്പിക്കട്ടെ, ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യം, ജീവിതത്തിലെ ഏത് പ്രതിസന്ധിയിലും ദൈവശബ്ദം കേൾക്കുവാൻ കഴിയുക എന്നുള്ളതാണ്. പ്രതിസന്ധി മാറിയില്ലെങ്കിൽ പോലും, പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടായില്ലെങ്കിൽ പോലും, ആ പ്രശ്നങ്ങളുടെ നടുവിലും ദൈവം എന്താണ് ആഗ്രഹിക്കുന്നത്, ദൈവത്തിന് എന്താണ് നമ്മോട് സംസാരിക്കാനുള്ളതെന്ന് കേൾക്കുവാൻ കഴിയുന്നുണ്ടെങ്കിൽ അതാണ് ഏറ്റവും വലിയ അനുഗ്രഹം എന്ന് പറയുന്നത്. കഷ്ടത്തിൻ്റെ ഞെരുക്കത്തിൻ്റെ അവസ്ഥയിലൂടെ പോവുകയാണ്, അതിലൊന്നും ഒരു മാറ്റവുമില്ല. പക്ഷേ അതിൻ്റെ നടുവിലും ദൈവശബ്ദം കേൾക്കുവാൻ കഴിയുക. കർത്താവ് എന്താണ് സംസാരിക്കുന്നത്, കർത്താവിൻ്റെ ഹിതം എന്താണ്, ആ കഷ്ടതയുടെ നടുവിൽ ദൈവം എന്ത് വാക്കുകളാണ് നമ്മളോട് പറയുന്നത്, അത് കേൾക്കുക. അതിൽ പരം ഒരു അനുഗ്രഹമില്ല. ഇടത്തോട്ടോ വലത്തോട്ടോ തിരിയുമ്പോൾ, ജീവിതത്തിലെ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ എന്താണ് അടുത്ത ചുവട് എന്നുള്ളത് കർത്താവ് തന്നെ പറഞ്ഞു വഴി നടത്തുക. അതിൽ പരം വലിയൊരു ഭാഗ്യമില്ല. ജീവിതത്തിൽ കഷ്ടത മാറുന്നതിനെക്കാട്ടിലും വലിയ ഭാഗ്യമാണ് ദൈവശബ്ദം കേൾക്കുക എന്നുള്ളത്. ദൈവശബ്ദം ശരിക്കും കേട്ടവർക്ക് പിന്നെ അവർ അനുഭവിക്കുന്ന ഭാരങ്ങളും പ്രയാസങ്ങളൊന്നും വലുതായി തോന്നുകയില്ല. കാരണം അതിലധികമായി വിലമതിക്കുന്ന അരുമനാഥൻ്റെ ശബ്ദം കേൾക്കുവാൻ അവർക്ക് കഴിയുന്നു. അതുകൊണ്ട് തന്നെ എന്നെ കേൾക്കുന്ന വാത്സല്യമുള്ള ദൈവമക്കളെ, ജീവിതത്തിൽ ഏത് തീരുമാനമെടുക്കുന്നതിന് മുമ്പും, ഇടത്തോട്ടോ വലത്തോട്ടോ തിരിയുന്നതിന് മുമ്പ്, പ്രശ്നങ്ങളിലൂടെ പ്രതികൂലങ്ങളിലൂടെ പോകുമ്പോൾ അതിൻ്റെ നടുവിൽ വിടുതലിന് വേണ്ടി പ്രാർത്ഥിക്കുന്നതിനോടൊപ്പം തന്നെ നിങ്ങൾ ഇപ്രകാരം പ്രാർത്ഥിക്കുക: കർത്താവ് എന്നോട് സംസാരിക്കണം. ഈ പ്രതിസന്ധിയുടെ നടുവിൽ നിനക്കെന്താണ് എന്നോട് പറയാനുള്ളത്, അതെന്നെ കേൾപ്പിക്കണം. അവിടുത്തെ ശബ്ദം കേൾക്കുവാൻ, അവിടുത്തെ ഹിതം അറിവാൻ, അവിടുത്തെ വാക്കുകൾ അനുസരിപ്പാൻ ഞാൻ തയ്യാറാണ്. ഹൃദ്യമായിട്ടുള്ള ദൈവശബ്ദം ഏതെങ്കിലും ഒരു വിധത്തിൽ നമ്മോട് ഇടപെടുവാൻ ഇടയായിത്തീരും. ഹബക്കൂക്ക് പ്രവാചകൻ പറഞ്ഞതുപോലെ, അവൻ എന്നോട് എന്ത് അരുളി ചെയ്യുമെന്ന് അറിയേണ്ടതിന് ഞാൻ ഗോപുരത്തിൽ കയറി അവനായി കാത്തിരിക്കും. എന്താണ് ദൈവത്തിന് സംസാരിക്കാനുള്ളതെന്ന് ഞാൻ കാതോർത്ത് കാത്തിരിക്കുകയാണ്. ദൈവശബ്ദം എന്താണെന്ന് തിരിച്ചറിവാൻ കാത് കൂർപ്പിച്ച് അവന് വേണ്ടി കാത്തിരിക്കുക. ദാവീദൊക്കെ പറയുന്നില്ലേ, ഞാൻ യഹോവയ്ക്കായി കാത്തിരുന്നു. ക്ഷമയോടുകൂടെ കാത്തിരിക്കുന്നുവെങ്കിൽ ഒരുപക്ഷെ നാം പ്രാർത്ഥിച്ച അടുത്ത നിമിഷം തന്നെ ദൈവത്തിൻ്റെ പദ്ധതി നമുക്ക് വെളിപ്പെട്ട് കിട്ടിയില്ല എന്ന് വരും. പക്ഷേ ദൈവത്തിൻ്റെ പദ്ധതി വെളിപ്പെടുന്നിടം വരെ കാതോർത്ത് കാത്തിരിക്കുക. അവിടുന്ന് സംസാരിപ്പാൻ ഇടയായിത്തീരും. അതിനുശേഷം മാത്രമേ തീരുമാനങ്ങൾ എടുക്കാവുള്ളൂ. പ്രത്യേകിച്ചും ജീവിതത്തിലെ പ്രധാനപ്പെട്ട തീരുമാനങ്ങളാണെങ്കിൽ, തിരുത്തുവാൻ പറ്റാത്ത തീരുമാനമാണെങ്കിൽ, ഉദാഹരണം പറഞ്ഞാൽ വിവാഹം, അത് ഒരിക്കൽ തീരുമാനിച്ചാൽ പിന്നെ തിരുത്തുവാൻ പറ്റില്ല. അത്തരം തീരുമാനങ്ങളിൽ കൂടുതൽ പ്രാർത്ഥിച്ച് ദൈവസന്നിധിയിൽ നിന്ന് ഉറപ്പ് പ്രാപിച്ച് നാം ദൈവശബ്ദം കേട്ട് ഇടത്തോട്ടാണോ വലത്തോട്ടാണോ തിരിയേണ്ടതെന്ന് വ്യക്തമായ ആലോചന പ്രാപിച്ച് മാത്രം തീരുമാനങ്ങൾ എടുക്കുക. അവനായി കാത്തിരിക്കുന്നവർ ഒരിക്കലും ലജ്ജിച്ചു പോകത്തില്ല. അവൻ്റെ ശബ്ദം കേൾക്കുവാൻ കാത്തിരിക്കുന്നവർ ഒരിക്കലും ലജ്ജിച്ചു പോകത്തില്ല. ദൈവം വഴികാട്ടും. കഷ്ടത്തിൻ്റെ ഞെരുക്കത്തിൻ്റെ അവസ്ഥയിലൂടെ പോയാലും ഉപദേഷ്ടാവ് മറഞ്ഞിരിക്കത്തില്ല. അവിടുന്ന് നമ്മെ വഴികാട്ടുവാനിടയായിത്തീരും. ദൈവവചനം നമ്മുടെ അടുക്കൽ സുലഭമാണെങ്കിൽ, അത് കേൾക്കുവാൻ നമുക്ക് കഴിയുന്നെങ്കിൽ അതിലപ്പുറമായി ഒരു ഭാഗ്യമില്ല.
കർത്താവ് നമ്മെ സഹായിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു.